പ്രിയമുള്ളവരെ, മഹാരാഷ്ട്രയുടെയും ഹരിയാനയുടെയും തിരഞ്ഞെടുപ്പ് ഫലത്തെ പോലെ തന്നെ ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലവും വളരെ ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. കാരണം മഹാരാഷ്ട്രയുടെയും ബീഹാറിൻ്റെയും ഒരു തിരഞ്ഞെടുപ്പ് ഫലം നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. കാരണം അവിടെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ മറുകണ്ഠം ചാടുവാൻ സാധ്യതയുള്ള ആളുകളാണ്. മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള കോൺഗ്രസ്, എൻ സി പി, ശിവസേന സഖ്യത്തിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് 48 സീറ്റാണ്. അതായത് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഏക്നാഥ് ഷിൻഡെയുടെയോ അജിത് പവാറിൻ്റെയോ ഒക്കെ പാർട്ടികൾ ബി ജെ പിക്കോടൊപ്പം നിൽക്കുന്ന ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയോ അജിത് പവാറിൻ്റെ എൻ സി പിയോ മറുകണ്ഠം ചാടി കോൺഗ്രസിനോട് ഒപ്പം വന്നാലും മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടായിരിക്കുന്നത്. ബീഹാറിലെയും തെരഞ്ഞെടുപ്പ് റിസൾട്ട് അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ അവസാന റിപ്പോർട്ടുകൾ വരുമ്പോൾ മഹാഗഠബന്ധന്, കോൺഗ്രസും ആർ ജെ ഡിയും ഉൾപ്പെടുന്ന മഹാഗഠബന്ധന് വെറും 34-32 സീറ്റുകൾ മാത്രമാണ്. അപ്പുറത്ത് ജെ ഡി യുവിന് 84 സീറ്റുകൾ അധികമുണ്ട്. ആ ജെ ഡി യു ഇപ്പുറത്ത് കോൺഗ്രസിനോടൊപ്പം വന്നാൽ അല്ലെങ്കിൽ ആർ ജെ ഡിക്കൊപ്പം വന്നാലും ഒരു മന്ത്രിസഭ രൂപവത്കരിക്കാൻ കഴിയുന്ന രീതിയിലല്ല. അതായത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് സെറ്റ് ചെയ്തതുപോലെയാണ് തോന്നുന്നത്. കാരണം മറുകണ്ഠം ചാടുന്നതിന് സാധ്യതയുള്ള പാർട്ടികളാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ, മഹാരാഷ്ട്രയിലായാലും ബീഹാറിലെ ജെ ഡി യു ആയാലും. പക്ഷേ ഈ അവസരത്തിൽ അവർക്ക് മറുകണ്ഠം ചാടുവാൻ സാധ്യതമല്ല. കാരണം പ്രതിപക്ഷത്ത് മഹാരാഷ്ട്രയിലായാലും ബീഹാറിലായാലും അംഗബലം തുലവും തുച്ഛമാണ്. അത്രമേൽ ഭീകരമായ പരാജയം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് എതിർപക്ഷം നിൽക്കുന്ന പാർട്ടികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ അവർ മറുകണ്ഠം ചാടുന്നതിൽ അഗ്രഗണ്യരാണ്. എത്ര പ്രാവശ്യം ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറൊക്കെ മറുകണ്ഠം ചാടിയെന്ന് ചോദിച്ചാൽ എണ്ണാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഒക്കെ, അദ്ദേഹം ഒരു ദിവസം രാവിലെ എൻ ഡി എ മുന്നണിയിൽ ഉപമുഖ്യമന്ത്രിയായി അന്ന് വൈകിട്ട് രാജിവെച്ച് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്ന ആളാണ്. അപ്പോൾ ഈ കൂറുമാറ്റത്തിന് സാധ്യതയുള്ള ആളുകൾ മറുകണ്ഠം ചാടിയാലും മന്ത്രിസഭ ഉണ്ടാക്കുവാൻ പറ്റാത്ത വിധമാണ് ഇപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ഇലക്ഷൻ റിസൾട്ട് എടുത്തു നോക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം. അതായത് സെറ്റ് ചെയ്തു വെച്ചതുപോലെയുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട്. ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ മറുചണ്ടം ചാടാൻ ഒട്ടും സാധിക്കാതെ ബി ജെ പിയോടൊപ്പം തന്നെ നിന്ന് ഈ കാലാവധി പൂർത്തിയാക്കിയാലേ അവർക്ക് അവരുടെ പാർട്ടിക്ക് മന്ത്രിസഭയിൽ തുടരാനോ മുഖ്യമന്ത്രിയാകാനോ ഉപമുഖ്യമന്ത്രിയാകാനോ ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. അതായത് ഹരിയാനയുടെയും മഹാരാഷ്ട്രയുടെയും ഒപ്പം ബീഹാറിൻ്റെയും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വീഴും എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് വ്യക്തമാവുകയാണ്. കാരണം ആ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടുന്ന ആളുകൾക്ക് ബി ജെ പിയോടൊപ്പം നിന്നാലേ നിലനിൽപ്പുള്ളൂ. ഘടകകക്ഷികൾക്ക് അല്ലെങ്കിൽ മറുപക്ഷത്ത് കോൺഗ്രസിനോട് ഒപ്പം ചേർന്നാൽ അവർക്ക് ഭരിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മോഡി സർക്കാർ വീഴും എന്നുള്ള ഒരു ധാരണ ഇനി വേണ്ട എന്ന ഒരു സൂചന തന്നെയാണ് ബീഹാറിൻ്റെ ഇലക്ഷൻ റിസൾട്ടും തരുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പക്ഷേ ഈ ഇലക്ഷൻ റിസൾട്ടുകളിലൊക്കെ വലിയ ദുരൂഹത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. SIR മൂലം 65 ലക്ഷത്തിൽ പരം വോട്ടുകൾ മാറ്റി എന്ന രീതിയിൽ മാറ്റി എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസ് നേതാവ് പവൻ ഖരെ പറയുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിജയമാണ്, ബി ജെ പിയുടെ വിജയം അല്ല എന്നാണ്. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക തികവുള്ള രാജ്യം എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ അവരിപ്പോഴും ഇലക്ട്രൽ വോട്ടല്ല, അവരിപ്പോഴും ബാലറ്റിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. പ്രസിഡന്റിനെയും അതുപോലെ മേയർമാരെയും ഒക്കെ തിരഞ്ഞെടുക്കാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സാങ്കേതിക തികവ് ഉപയോഗിക്കുവാൻ കഴിയുന്ന രാജ്യമാണ് അമേരിക്ക. കാരണം അവർക്ക് അവരുടെ ഇലക്ഷൻ സുതാര്യമായിരിക്കണം എന്ന് വാശിയുള്ളത് കൊണ്ടാണ് അവർ ബാലറ്റ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ജനാധിപത്യവും സുതാര്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബാലറ്റിലേക്ക് തിരിച്ചു പോവുകയായിരിക്കും ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നതിന് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ബീഹാർ ഒരുപക്ഷെ നിതീഷ് കുമാറിൻ്റെ ഒരു ഇഫക്റ്റ് അത് സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നൊരു നിഗമനം എനിക്കുണ്ട്. കാരണം ഞാൻ ഈ ഇലക്ഷൻ റിസൾട്ട്, ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തന്നെ ഇലക്ഷൻ റിസൾട്ട് കോൺഗ്രസ് അനുകൂലമാകണം എന്ന് ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, 10-20 വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് ഭരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുണ്ടാ രാജ് അല്ലെങ്കിൽ ഗുണ്ടകൾക്ക് ആ സംസ്ഥാനത്തുണ്ടായിരുന്ന സ്വാധീനം. മിക്കപ്പോഴും എതിർ പാർട്ടികളെ മത്സരിക്കുവാൻ പോലും സമ്മതിക്കാതെ വളരെ മൃഗീയമായ രീതിയിൽ
അവിടുത്തെ എതിർ പാർട്ടി സ്ഥാനാർത്ഥികളെയൊക്കെ കൊല്ലുന്ന രീതിയിൽ ലാലു പ്രസാദ് യാദവിൻ്റെ ഗുണ്ടാരാജ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിതീഷ് കുമാറിൻ്റെ ഒരു കാലഘട്ടം വരുമ്പോൾ ബീഹാറിൻ്റെ സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ സാമൂഹികമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല റോഡുകൾ വന്നിട്ടുണ്ട്. ബീഹാർ നമ്മുടെ കേരളവുമായി കമ്പയർ ചെയ്യുമ്പോൾ 10-30 വർഷം പിറകിലായിരുന്നു എന്നാണ് ബീഹാറിൽ പോയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. സാമൂഹികമായ കുറച്ചധികം മാറ്റങ്ങൾ ബീഹാറിൽ നിതീഷ് കുമാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ ബീഹാറിൽ നിന്ന് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും സത്യം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ജനാധിപത്യം അത് സംശയത്തിൻ്റെ മുൻമുറയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സുതാര്യമായി തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഒപ്പം തന്നെ ചില സംശയങ്ങളും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഹരിയാനയിലും ഇങ്ങനെ തന്നെയായിരുന്നു റിസൾട്ട് വന്നത്. ആദ്യത്തെ 2-3 മണിക്കൂർ ആകെയുള്ള 90 സീറ്റുകളിൽ 71 സീറ്റുകളിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്തത്. പെട്ടെന്ന് ആ സീറ്റിങ്ങിൻ്റെ നിലകളിൽ വ്യത്യാസം വരികയും അവസാനം കോൺഗ്രസ് പിന്നോക്കമായി ഭരണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ എത്തുകയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ബീഹാറിൻ്റെ ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് എടുക്കുമ്പോഴും അപ്രതീക്ഷിതമായിരുന്നു റിസൾട്ട്. കാരണം NDAക്ക് ഒരു മേൽക്കോയ്മ ഉണ്ട് എന്ന് കരുതുമ്പോൾ പോലും ഇത്ര വലിയൊരു പതനം ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ ഇഞ്ചോടിഞ്ച് പൊരുതി ഒരുപക്ഷെ NDA മുന്നണി അധികാരത്തിലെത്തും എന്ന ഒരു പ്രതീക്ഷയായിരുന്നു. RJD ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്ന നിലയിലുള്ള നിഗമനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല. RJDക്ക് 31 സീറ്റാണ് അവസാന റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഈ വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ പോലും ഏകദേശം ആദ്യത്തെ 1-2 മണിക്കൂറിൽ പോലും RJD വലിയ രീതിയിൽ മുന്നോക്കമുണ്ടായിരുന്നു. അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു. ഇന്നത്തെ വോട്ടെണ്ണലിൽ പോലും പെട്ടെന്നാണ് അവരുടെ സീറ്റുകളൊക്കെ ഡൗൺ ആയി 31 സീറ്റിലേക്ക് ഒതുങ്ങുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ സംശയത്തിൻ്റെ മുൾമുനകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ദൂരീകരിച്ചു പോകേണ്ടതുണ്ട്. കാരണം നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് നമ്മൾ അഭിമാനപൂർവ്വം ഓർക്കാറുണ്ട്. കാരണം അത്തരം ആരോപണങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മേലേക്ക് വന്നു വീഴുന്നത് ഒട്ടും ഉചിതമല്ല. അതുകൊണ്ട് തന്നെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, ഏറ്റവും വിഷമം ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ചാണ്. കാരണം വളരെയേറെ വർക്ക് അയാൾ ചെയ്യുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തിലും വളരെയേറെ സമയം അയാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജനങ്ങളെ ബോധവത്കരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ വരുമ്പോൾ അദ്ദേഹം പരാജയപ്പെടുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ ഉപരി അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കുകൾ വിലമതിക്കപ്പെടാതെ പോകുന്നു എന്നറിയുമ്പോൾ വിഷമമുണ്ട്. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുവാൻ മിക്കപ്പോഴും ആ പ്രദേശത്തെ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നില്ല എന്നതും സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഗ്രാസ് ലെവൽ റൂട്ടിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ല എന്നത് വളരെ വിഷമകരം തന്നെയാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഈ കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ച് ഗൃഹപാഠം ചെയ്തില്ല എങ്കിൽ വരുന്നത് ഇത്തരത്തിലുള്ള ഇലക്ഷൻ റിസൾട്ടുകൾ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. പ്രത്യേകിച്ചും 10,000 രൂപ നിതീഷ് കുമാർ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് ബീഹാറിൽ NDAക്ക് വലിയ വിജയം നേടിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലും ഇത്തരം ചില കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ജനക്ഷേമപരമായ ചില കാര്യങ്ങളൊക്കെയും സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനൊക്കെ ഉണ്ടായേക്കാം. അത് എങ്ങനെ പ്രതിരോധിക്കാമെന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ മെനയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.